ആദ്യമായി തന്നെ ഒരുപാട് അനുഗ്രഹങ്ങളും കൃപകളും എനിക്ക് നൽകിയ എൻ്റെ ഈശോയ്ക്കും എൻ്റെ കൃപാസന മാതാവിനും ഞാൻ നന്ദി പറയുന്നു. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2024 സാഹചര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ BSc കഴിഞ്ഞിട്ട് ഞാൻ 2 എൻട്രൻസ് എക്സാം അറ്റൻഡ് ചെയ്തിരുന്നു. ജാമും CUETയും. ജാമെന്ന് വെച്ചാൽ IIT NITയിലേക്കുള്ള എൻട്രൻസ് ആണ്. CUET എന്ന് വെച്ചാൽ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കുള്ള എൻട്രൻസ് ആണ്. അപ്പം ഞാൻ ആ സമയത്ത് ഭയങ്കര എൻ്റെ മെറിറ്റിൽ വിശ്വസിച്ചിരുന്ന ഒരാളാണ്. അപ്പം ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമ്പം എനിക്ക് ഭയങ്കര ഓവർ കോൺഫിഡൻസ് ആയിരുന്നു. സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഞാൻ വിചാരിച്ചിരുന്ന ഈ എക്സാമൊക്കെ എനിക്ക് എന്തായാലും കിട്ടുമെന്ന് എനിക്ക് ഭയങ്കര ഉറപ്പായിരുന്നു. അപ്പം എൻ്റെ പ്രാർത്ഥനയും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എനിക്ക് ജാമിൻ്റെ റിസൾട്ട് വന്നു. ഞാൻ ക്വാളിഫൈഡ് ആണ്, എനിക്ക് നല്ല മാർക്കുണ്ട്. പക്ഷേ എനിക്ക് എവിടെയും കിട്ടിയില്ല. എന്തോ എനിക്ക് ആരുടെയും സപ്പോർട്ടും ഉണ്ടായിരുന്നില്ല. എങ്ങനെയോ എനിക്ക് എവിടെയും കിട്ടിയില്ല. അതേപോലെ അടുത്ത CUETൻ്റെ റിസൾട്ട് വന്നു. ഈ ജാം അറ്റൻഡ് ചെയ്ത സമയത്ത് എനിക്ക് എന്തായാലും നല്ല സ്കോർ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നിയുകൊണ്ട് ഞാൻ CUETക്ക് കുറച്ചാണ് പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ CUETൻ്റെ റിസൾട്ട് വന്നപ്പം എനിക്കൊരു 115 എനിക്ക് മാർക്കുണ്ടായിരുന്നത്. അപ്പോൾ ഞാനിങ്ങനെ അത് കുറച്ച് കുറവാണ്. അപ്പോൾ ഞാൻ നോക്കുമ്പം എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കും അവർ അഡ്മിഷൻ എടുത്ത് 3 ലിസ്റ്റ് വരെ അവരിങ്ങനെ അഡ്മിഷൻ ലിസ്റ്റ് ആരെയൊക്കെ എടുത്തു എന്നുള്ള ലിസ്റ്റ് അവർ അവരുടെ സൈറ്റിലിടും. ഞാൻ ഈ 3 ലിസ്റ്റുകൾ എടുത്ത് നോക്കി എല്ലാം കമ്പയർ ചെയ്ത് ലാസ്റ്റ് എനിക്ക് മനസ്സിലായേ എല്ലാ യൂണിവേഴ്സിറ്റിയിലും കൂടെ ലാസ്റ്റ് എടുത്തത് 121 സ്കോറുള്ള കുട്ടീനെ വരെയാണ്. അപ്പം ഞാനും ആ കുട്ടിയും തമ്മിൽ 7 ജനറൽ പിള്ളേരുണ്ട് ഞങ്ങളുടെ ഇടയിൽ. ലാസ്റ്റ് എടുത്ത കുട്ടിക്ക് 121, എനിക്ക് 115. അപ്പം എനിക്കെന്തായാലും ഉറപ്പായി 7 എടുക്കുവാണെങ്കിലും 1-2 സീറ്റ് വന്നാലും ഈ 7 പിള്ളേർ എന്തായാലും കയറിയിട്ടേ എനിക്കൊരു അവസരം ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ വേറെ കോഴ്സിനൊക്കെ ജോയിൻ ചെയ്യാനൊക്കെ തീരുമാനിച്ചൊക്കെ ഇരിക്കുകയാണ്. ഫുൾ തകർന്നു പോയി. ഞാൻ 1 കൊല്ലം മൊത്തം ഇരുന്ന് പ്രിപ്പയർ ചെയ്തതാണ് ഈ 2 എക്സാമിന് വേണ്ടി. അപ്പോൾ മൊത്തത്തിൽ എൻ്റെ കയ്യിൽ നിന്ന് പോയി. അപ്പോഴാണ് എൻ്റെ മമ്മിയാണ് എന്നെ നിർബന്ധിച്ച് ഇങ്ങനെ കൃപാസനത്തിലേക്ക് പോക്കോ, ഉടമ്പടി എടുത്തോ എന്നൊക്കെ പറഞ്ഞു വിടുന്നത്. എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല കൃപാസനം എന്താണെന്നോ ഉടമ്പടി എന്താണെന്നോ ഒന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഞാൻ ആദ്യം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. എന്നിട്ട് ഉടമ്പടി എടുത്തു, അച്ഛൻ്റെ ക്ലാസ് കേട്ടു. എനിക്ക് വലിയ ധാരണയൊന്നുമില്ല, പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചു. ഒരാഴ്ചയോളം ഞാൻ പ്രാർത്ഥിച്ചു. ആ ഒരു സമയത്താണ് ചൂരൽമല ദുരന്തമൊക്കെ ഉണ്ടായത്. അപ്പം ഞാൻ ആ സമയത്ത് എൻ്റെ വീട് വയനാട്ടിലാണ്. ഞാൻ ആൻറ്റീൻ്റെ വീട്ടിലേക്ക് പോയി നിന്നിരുന്നു. അപ്പോൾ എനിക്ക് ഒരു കോള് വന്നു. ഞാൻ ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചത് എനിക്ക് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ കിട്ടണം എന്നായിരുന്നു. പക്ഷെ ഞാൻ ഇവിടെ നിന്ന് പോയി വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പം ഞാൻ കുറച്ച് നോക്കിയപ്പം പോണ്ടിച്ചേരിനേക്കാളും തമിഴ്നാട് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലാണ് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ പ്രാർത്ഥന മാറ്റി. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്ക് തമിഴ്നാട് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ കിട്ടിയാൽ മതി എന്നുള്ള രീതിക്ക് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെയാണ് ഒരാഴ്ച കഴിഞ്ഞപ്പം എനിക്കൊരു കോള് വന്നു. അതായത് ആ യൂണിവേഴ്സിറ്റിയിൽ ആളുകളെ എടുത്തുകൊണ്ട് കുട്ടികളുടെ സീറ്റൊക്കെ ഫില്ലായി. പക്ഷെ അവർ ആ കൊല്ലം ആദ്യമായിട്ട് ലാറ്ററൽ എൻട്രി പിള്ളേരെ എടുക്കാൻ തുടങ്ങി. അങ്ങനെ മാതാവ് അങ്ങനെ പുതിയ കുട്ടികളെ എടുക്കാനുള്ള സീറ്റ് ഉണ്ടായി. അങ്ങനെയാണ് എനിക്ക് തമിഴ്നാട് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടി. ഞാനിപ്പം അവിടെ നിന്ന് MSc കഴിഞ്ഞ് ഇറങ്ങി. പിന്നെ അതായിരുന്നു എൻ്റെ ആദ്യത്തെ മാതാവിൻ്റെ ജീവിതത്തിൽ. ഞാൻ കൃപാസനത്തിൽ വന്നതിന് ശേഷം മാതാവ് എന്നെ അനുഗ്രഹിച്ച ആദ്യത്തെ കാര്യം അതാണ്. പിന്നീട് ഈ സെമസ്റ്ററിൽ ഞാൻ ഫൈനൽ ഇയർ കഴിഞ്ഞ് ഇറങ്ങി. ഫൈനൽ ഇയറിൽ ഞാൻ ജോയിൻ ചെയ്ത്, അതായത് സെമസ്റ്റർ സ്റ്റാർട്ട് ചെയ്ത് ഒരു 2 ആഴ്ച ആയിട്ടുണ്ടാവും. അപ്പോൾ ആ സമയത്ത് ആദ്യം മുതലേ ഒരു സാറ് ക്ലാസ് പഠിപ്പിക്കുന്നത് എനിക്ക് ന്യൂക്ലിയർ ഫിസിക്സ് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷെ എനിക്ക് അതൊന്ന് നന്നായി നോക്കി പഠിക്കാൻ എനിക്ക് സമയവുമില്ല, എല്ലാം പഠിക്കണ്ടേ. അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് കൂട്ടി വെച്ചു. ഒരു 2 ആഴ്ച, ഒരു സാറ്റർഡേ സൺഡേ വന്നാൽ ഒരുമിച്ചിരുന്ന് പഠിക്കാമെന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് ഞാൻ ഇരുന്നത്. പക്ഷെ പെട്ടെന്ന് സാറ് പിറ്റേ ദിവസം ഇൻറ്റേർണൽ ഇടുവാണെന്നൊക്കെ പറഞ്ഞു, ഇൻറ്റേർണൽ എക്സാം ഇടുവാണെന്ന്. അപ്പം സാറിൻ്റെ ഇൻറ്റേർണൽ എക്സാം സാർ എന്തായാലും കൗണ്ട് ചെയ്യും, ആവറേജ് ഒന്നും എടുക്കുമൊന്നുമല്ല. അപ്പം ഞാൻ മൊത്തത്തിൽ പെട്ടുപോയി. ഞാനിങ്ങനെ രാത്രി എൻ്റെ പുസ്തകമൊക്കെ തുറന്നിങ്ങനെ ഇരിക്കുക, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇങ്ങനെ ഓരോന്ന് വായിക്കുമ്പോൾ ഇങ്ങനെ കരച്ചിൽ വരികയാണ്. എനിക്കൊന്നും അറിയത്തില്ല, ആ വിഷയം എനിക്കൊന്നുമേ അറിയത്തില്ല. എന്നിട്ട് ഞാനിങ്ങനെ ഇരുന്നപ്പോൾ ഞാനിങ്ങനെ ഒരു സാക്ഷ്യം കേട്ടിട്ടുണ്ട്. പഠിക്കുന്ന സമയത്ത് ഈശോയ്ക്കും മാതാവിനും കസാര ഇട്ട് കൊടുത്തിട്ട് ഉപ്പൊക്കെ ഇട്ട് പ്രാർത്ഥിച്ച് മാതാവ് ഈശോയും വന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ നിൽക്കുന്ന റൂമിൽ
3 പിള്ളേരാണ് ഉള്ളത്, 2 ചെയറുമാണുള്ളത്. അപ്പോൾ എനിക്ക് കർത്താവിനും മാതാവിനും ഇട്ട് കൊടുക്കാൻ കസാരയൊന്നുമില്ല. അപ്പോൾ ഞാൻ എൻ്റെ ടേബിൾ വലിച്ചിട്ട് ബെഡിൽ, അങ്ങനെ ഞാൻ ചെയറിലിരുന്ന് ബെഡിൽ ഞാനിങ്ങനെ കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ്. ഉപ്പൊക്കെ ഇട്ട്, എൻ്റെ പുസ്തകത്തിലൊക്കെ ഉപ്പൊക്കെ ഇട്ട് ഞാനിങ്ങനെ അവിടെ ഒരുപാട് നേരം കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എനിക്ക് എൻ്റെ അടുത്ത് ഈശോ വന്നിരിക്കുന്നതായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങി. എനിക്ക് ഭയങ്കര കരച്ചിൽ വരികയാണ്. എനിക്കിങ്ങനെ ഈശോ, ഞാനിങ്ങനെ മനസ്സിൽ കാണുന്ന എൻ്റെ അടുത്തിരിക്കുന്ന കർത്താവ് ഇങ്ങനെ ഒരു വെള്ള ഉടുപ്പൊക്കെ ഇട്ട് ഇങ്ങനെ, കർത്താവിൻ്റെ ഉടുപ്പിൻ്റെ അറ്റമൊക്കെ ഇങ്ങനെ തിളങ്ങുന്നു പറയില്ലേ, അങ്ങനെ ഒരു കർത്താവാണ് എൻ്റെ അടുത്ത് വന്നിരുന്നത് അന്നേരം. എനിക്കെല്ലാം പഠിപ്പിച്ചു തന്നെ. എൻ്റെ ഇൻറ്റേർണൽ എക്സാമൊക്കെ എനിക്ക് നല്ല ഓക്കെ ആയിരുന്നു. അതുപോലെ ഞാൻ ഏത് എക്സാമിന് പോയാലും ഞാൻ മാതാവിൻ്റെ ഉപ്പെടുത്തിട്ടും കാശ് രൂപം കൊണ്ടാണ് പോകല്. ഈ മാതാവിൻ്റെ ഉപ്പിട്ട് ഞാൻ എഴുതിയ എക്സാമൊക്കെ ഒന്നിലും ഇതുവരെ തോറ്റിട്ടില്ല. എല്ലാത്തിലും ഞാൻ പാസ്സാവും. എത്ര ടഫ് സബ്ജക്റ്റ് ആണെങ്കിലും ഞാൻ മാതാവിൻ്റെ ഉപ്പെടുത്തിട്ട് പോവും. ഞാൻ എന്തായാലും പാസ്സാവും. ഞാൻ ഈ മാതാവിൻ്റെ ഉപ്പ് വെക്കുന്നത് എൻ്റെ പെന്നിൻ്റെ അടപ്പിൻ്റെ ഉള്ളിലായിരിക്കും, അല്ലെങ്കിൽ ഹാൾ ടിക്കറ്റ് മടക്കി പിടിക്കുന്ന മടക്കിലായിരിക്കും. അങ്ങനെയൊക്കെയാണ് ഞാൻ ഉപ്പ് വെച്ചിട്ട് ഉള്ളിൽ കൊണ്ടുപോകാറുള്ളത്. ഞാൻ എൻ്റെ കൈക്കൊന്തയൊക്കെ കൊണ്ടുപോയി ചില ടീച്ചേഴ്സൊക്കെ അതിലിങ്ങനെ നോക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരെന്താണ് വിചാരിക്കുന്നത് എനിക്കറിയില്ല. പക്ഷെ ഞാൻ അങ്ങനെ പോയി എനിക്ക് എൻ്റെ ഒരുപാട് എക്സാം മാതാവിനെ രക്ഷിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഈ മാസ്റ്റേഴ്സ് ഞാൻ ഫൈനൽ ഇയർ കഴിഞ്ഞ് ഇറങ്ങി. ഞങ്ങളുടെ ഫൈനൽ ഇയറിൽ പ്രൊജക്റ്റ് ഉണ്ട്. പ്രൊജക്റ്റിന് വൈവ നടത്തും ലാസ്റ്റ്. അപ്പം നോർമലി എൻ്റെ ലാബിലൊക്കെ വൈവയ്ക്ക് വരുന്ന സെയിം പാനലാണ് ഇതിനുള്ളത്. അപ്പോൾ അവർ 2 പാനലുണ്ട്. ഒരു പാനലിലുള്ള വൈവ നടത്തുമ്പോൾ കുറച്ച് എളുപ്പമാണ്, മറ്റു പാനൽ കുറച്ച് ടഫാണ്. അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസൊക്കെ കുറച്ച് ഭയങ്കര വിഷയമാണ് ക്വസ്റ്റ്യൻസൊക്കെ. അപ്പം ഞാൻ നോക്കുമ്പം തലേദിവസം പോയി നോക്കിയപ്പം എൻ്റെ വൈവയ്ക്ക് എനിക്ക് കിട്ടിയത് ഈ ടഫായിട്ടുള്ള ടീച്ചേഴ്സ് ആ പാനലാണ് എന്നെ വൈവ നടത്തുന്നത്. അപ്പം എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, ഭയങ്കര പേടിയാണ്, ഒരു ഇതുമില്ല. എന്നിട്ട് ഞാൻ കുറേ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു, മാതാവിനോട് കുറേ പ്രാർത്ഥിച്ചു. മാതാവിനോട് ഈശോനോടും ആ വൈവ നടക്കുന്ന റൂമിനുള്ളിൽ വന്ന് ഇരിക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ മാതാവിൻ്റെ ഉപ്പും കൊണ്ട് ഉള്ളിലിട്ട് ഞാൻ വൈവയ്ക്ക് പോയി. ശരിക്കും ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിച്ച് എന്നെ ബുദ്ധിമുട്ടിക്കാന്ന് വെച്ചാൽ ഒരുപാട് കടുപ്പുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ആളുകൾ വരെ, ശരിക്കും ഇപ്പോൾ എൻ്റെ പപ്പയോ അമ്മയോ ആരെങ്കിലുമൊക്കെ വൈവയ്ക്കൊക്കെ വന്നാൽ അവരത്രയും കംഫർട്ടബിളായി എന്നെ ആക്കി ക്വസ്റ്റ്യൻ ചോദിക്കില്ലേ, അതായത് അത്രയും എനിക്ക് നല്ലത് വരണമെന്ന് വിചാരിച്ച് ചോദിക്കുന്ന പോലത്തെ ക്വസ്റ്റ്യൻസ് ഇല്ലേ, അത്രയ്ക്ക് നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നു അവർ എന്നോട് ചോദിച്ചിരുന്നത്. എൻ്റെ ഈശോയും മാതാവ് ആ റൂമിലുണ്ടായിരുന്നു, എന്നെ അത്രയ്ക്ക് സഹായിച്ചു അവർ. പിന്നെ ഞാൻ ഫസ്റ്റ് ഇയറിൽ പഠിക്കുമ്പം ഞങ്ങൾ 3 പേരാണ് ഒരു റൂം ഷെയർ ചെയ്യുന്നത്. ഞാൻ ലാറ്ററൽ എൻട്രി ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ബങ്ക് ബെഡായിരുന്നു കിട്ടിയത്. അപ്പം അപ്പോൾ എനിക്ക് എല്ലായിടവും ഒന്ന് ക്ലീൻ ചെയ്യണമെന്നൊക്കെ ഉണ്ട് എൻ്റെ സാധനങ്ങളൊക്കെ. പക്ഷേ മറ്റ് 2 പേരുള്ളപ്പോൾ എനിക്കത് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം എനിക്ക് ഭയങ്കര സങ്കടം. ഞാൻ ക്ലാസ് കഴിഞ്ഞ് വരുമ്പം 3 പേരും എന്തായാലും വരുമല്ലോ, അപ്പോൾ എനിക്കങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല. അത് ആ ഒരു സിറ്റുവേഷനിൽ അങ്ങനെയായിരുന്നു. അപ്പോൾ ഞാൻ ഒരു ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ മാതാവിൻ്റെ ഉപ്പ് എല്ലായിടത്തും ഇട്ടിട്ട് പ്രാർത്ഥിച്ചു. ഞാനത് മറന്നുപോയി. പിറ്റേ ദിവസം ഞാൻ ക്ലാസ്സിൽ പോയപ്പം 11 മണി തൊട്ട് 1 മണി വരെയുള്ള 2 അവർ ക്ലാസ് ഒരു പ്രൊഫസർ ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഞാൻ ആ സമയത്ത് ലൈബ്രറിയിൽ പോയിരുന്നു. പക്ഷെ എനിക്കവിടെ ഇരിപ്പുറയ്ക്കുന്നില്ല, എനിക്കവിടെ ഇരിക്കാനേ പറ്റുന്നില്ല. എന്നിട്ട് ഞാൻ ലാസ്റ്റ് വിചാരിച്ചെന്നാൽ റൂമിൽ പോയി ഞാൻ റൂമൊക്കെ ക്ലീൻ ചെയ്തു. അവർ 2 പേരും അവിടെ ഇല്ലായിരുന്നു, വേറെ ഡിപ്പാർട്ട്മെൻറ്റിലെ കുട്ടികളാണ്. അപ്പം എന്നിട്ട് അന്ന് വൈകുന്നേരം പ്രാർത്ഥിച്ചപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, ഞാനിങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ച് ഉപ്പൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നു എന്നുള്ള കാര്യം. പിന്നെ എനിക്ക് ഉറങ്ങുന്ന സമയത്ത് ചെറിയ ഭയം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അത് ഞാനിങ്ങനെ കിടക്കാൻ നേരത്ത് ഒരു ദിവസം ഇച്ചിരി പ്രശ്നമായപ്പോൾ ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് കരയൊക്കെ ചെയ്ത് മാതാവിനോട് ഈശോയോടും പ്രാർത്ഥിച്ച് എൻ്റെ കട്ടിലിൽ ഉപ്പൊക്കെ ഇട്ട് ഞാൻ കുറേ നേരം പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിരുന്നു. പിന്നീട് ഞാനത് മറന്നുപോയി. ഈ അടുത്ത് അതിനെപ്പറ്റി ഞാനിങ്ങനെ കൂട്ടുകാരോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഓർത്തത്, എനിക്ക് അങ്ങനെ ഒരു ഭയം ഉണ്ടായിരുന്നു എന്നും അങ്ങനെ ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ നിന്ന് മൊത്തം കർത്താവ് അത് ഹീലാക്കി തന്നു എന്നുള്ള കാര്യം. അതേപോലെ എപ്പോഴും എന്തൊക്കെ പ്രശ്നങ്ങളും അതായത് ലൈഫിലെ ലോവസ്റ്റ് സാധനങ്ങൾ വരുമ്പം, ഭയങ്കര കരച്ചിൽ വരുമ്പം എപ്പോഴും ഞാനിങ്ങനെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചാലോ മാതാവിനോട് പ്രാർത്ഥിച്ചാലോ എപ്പോഴും എനിക്ക് ഈശോയിൻ്റെയും മാതാവിൻ്റെയും പ്രസൻസ് എൻ്റെ അടുത്ത് ഫീൽ ചെയ്യാറുണ്ട്.
ഞാൻ എൻ്റെ കർത്താവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു. ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികൾ ഞാൻ മറ്റുള്ളവരെ സഹായിക്കാറുണ്ട്, സാമ്പത്തികമായിട്ടല്ലെങ്കിലും. അതായത് എൻ്റെ കൂട്ടുകാരിപ്പം എനിക്ക് ചിലർക്കൊക്കെ ചില കാര്യങ്ങൾ ആവശ്യമുണ്ടെന്ന് അറിയാം, അങ്ങനെയുള്ളവരെ സഹായിക്കാറുണ്ട്. വഴിയരികിൽ കാണുന്നവർക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കാറുണ്ട്, വസ്ത്രമൊക്കെ കൊടുക്കാറുണ്ട്. അങ്ങനെയാണ് ഞാൻ കാരുണ്യ പ്രവൃത്തി ചെയ്യാറുള്ളത്. പ്രേക്ഷിത പ്രവൃത്തി ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുവന്ന പത്രം ഞാൻ തമിഴ്നാട്ടിലാണ് പഠിച്ചത്, അപ്പോൾ അവിടെയും ഇവിടെ കേരളത്തിലൊക്കെ കൊടുക്കാറുണ്ട്. അതേപോലെ അങ്ങനെയൊക്കെയാണ്. പിന്നെ ഞാൻ തമിഴ്നാട്ടിൽ അവിടെ ഒരു പള്ളിയിൽ നമ്മൾ കുറച്ച് ആൾക്കാർ കുറച്ച് ആക്റ്റീവായി എല്ലാം ചെയ്യാറൊക്കെ. സങ്കീർത്തനങ്ങൾ 52-ാം അധ്യായം 9-ാം വാക്യം. അങ്ങ് നൽകിയ അനുഗ്രഹങ്ങളെ പ്രതി ഞാൻ എന്നേക്കും അവിടുത്തോട് നന്ദി പറയും. അങ്ങയുടെ ഭക്തരുടെ മുമ്പിൽ ഞാൻ അങ്ങയുടെ നാമം പ്രകീർത്തിക്കും, എന്തെന്നാൽ അത് ശ്രേഷ്ഠമാണ്. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ചിഞ്ചു NT വയനാട് നമുക്ക് മുമ്പിൽ തൻ്റെ അനുഭവ സാക്ഷി നമുക്ക് പങ്കുവെക്കുകയായിരുന്നു. ഈ മകളുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കാണുന്ന ഒന്നുണ്ട്. ഈ മകൾ പറയുകയുണ്ടായി, ഞാനെപ്പോഴും എൻ്റെ മെറിറ്റിൽ നോക്കിയിരുന്നു, എന്നാൽ ഞാൻ എഴുതിയ ജാമും CUT എക്സാമും എൻട്രൻസ് എക്സാമും എന്നാൽ ഇതിൽ എനിക്കൊന്നും ഒരു അഡ്മിഷൻ കിട്ടാത്ത തരത്തിലുള്ള കടന്നു പോവുകയും ചെയ്തത്. അങ്ങനെയാണ് ഈ മകൾ ഉടമ്പടി എടുക്കുവാനായിട്ട് ഇങ്ങോട്ട് വരികയൊക്കെ ചെയ്യുന്നത്. എന്നാൽ ഉടമ്പടിയോട് ചേർന്ന് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഈ മകൾക്ക് മനസ്സിലാകുന്നത്, ദൈവത്തെ തൻ്റെ ജീവിതത്തോട് ചേർത്തി കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ ഉണ്ടാകുന്നുള്ള ബോധ്യം. അതുകൊണ്ട് തന്നെ ഈ മകൾക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ തമിഴ്നാട്ടിൽ എക്സാം അവിടെ അഡ്മിഷൻ ലഭിക്കുകയും അവിടെ തുടർന്ന് പഠിക്കുവാനൊക്കെ ആയിട്ട് സാധിക്കുകയും ചെയ്തത് ഈ പരിശുദ്ധ അമ്മ ഈ മകളുടെ ജീവിതത്തിൽ ഇടപെട്ടത് കൊണ്ട് മാത്രമാണ്. അതുപോലെ തന്നെ അവിടെ ആയിരുന്നപ്പോഴും പരീക്ഷ പാനലൊക്കെ ആണെങ്കിലും നിരവധിയായ തടസ്സങ്ങളുണ്ടായിരുന്നു. അത് നേർച്ച ഉടമ്പടി വസ്തുക്കളോട് ചേർന്ന് കൊണ്ട് അത് ഉപ്പിട്ടും ഉടമ്പടി തൈലൊക്കെ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചപ്പോഴും അത് പൂർണ്ണമായിട്ടും ഈ മകൾക്ക് പരിശുദ്ധ അമ്മയുടെ തുടർന്നുള്ള സംരക്ഷണം കൂടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. കാരണം എക്സാം പാനലിലേക്ക് വരുന്ന പ്രൊഫസർമാരാണെങ്കിലും ഒരു മാതാപിതാക്കളോട് സംസാരിക്കുന്നത് പോലെയാണ് മകൾക്ക് എക്സാമിലൊക്കെ പങ്കെടുക്കുവാനൊക്കെ ആയിട്ട് സാധിക്കുകയൊക്കെ ചെയ്തു. അത് പരിശുദ്ധ അമ്മയോട് ചേർന്ന് കൊണ്ടും അതുപോലെ ഈശോയെ തൻ്റെ സാന്നിധ്യം കൊണ്ട് മനസ്സിലാക്കുവാനൊക്കെ ആയിട്ട് ഈ മകൾക്ക് സാധിച്ചത് ഉറച്ച വിശ്വാസം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ മകൾക്കുണ്ടായിരുന്ന ചില ബുദ്ധിമുട്ടുകളൊക്കെ, അത് ഭയമാണെങ്കിലും മറ്റു കാര്യങ്ങളിലാണെങ്കിലും അത് പരിശുദ്ധ അമ്മയുടെ സംരക്ഷണത്തിലൂടെ എല്ലാറ്റിനെയും മാറ്റിയെടുക്കുവാനായിട്ട് ഈ മകൾക്ക് സാധിച്ചത് ഉടമ്പടിയോട് ചേർന്ന് കൊണ്ടുള്ള തൻ്റെ ജീവിതം തന്നെയാണ്. നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കേണ്ട സാധിക്കണം, ഇനി ഈ മകളുടെ ജീവിതത്തിൽ തുടർന്ന് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഈ മകളെ ഇനിയും മാറ്റണമേ എന്നും, ഒപ്പം നമ്മുടെ ഓരോരുത്തരേക്ക് നിയോഗങ്ങളിലും ആവശ്യങ്ങളിലും പരിശുദ്ധ അമ്മ നമ്മളെയും പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് മാറ്റട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.